ഇത് റേഡിയോ ജൻവാണി 90.8 മെഗാഹെർട്സ് മലയാളത്തിന്റെ മധുരതരംഗം. ഇപ്പോൾ വാരാന്ത്യ ലോക വൃത്താന്തം കേൾക്കാം. പ്രൊഫസർ ജെ ജേക്കബ് അവതരിപ്പിക്കുന്നു. വാരാന്ത്യ ലോക വൃത്താന്തം. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ലോകവൃത്താന്തത്തിലേക്ക് സ്വാഗതം. ലോകമറിയുന്ന ചരിത്രകാരനായ കെ.എൻ. പണിക്കർ അന്തരിച്ചു. ഡൽഹിയിലെ JNUവിൽ അധ്യാപകനായിരുന്ന ഇദ്ദേഹം ആധുനിക ഭാരത ചരിത്ര പഠനത്തിനു നൽകിയ സംഭാവനകൾ ചരിത്ര വിദ്യാർത്ഥികൾ എന്നും ഓർമ്മിക്കും. മതത്തിൻ്റെ പേരിൽ ഇന്ത്യ ചരിത്രത്തെ ഹിന്ദു കാലഘട്ടമെന്നും മുസ്ലിം കാലഘട്ടമെന്നും വിഭജിക്കുന്ന രീതി മാറണമെന്ന ഇദ്ദേഹത്തിൻ്റെ വാദം ഇന്ന് ലോകം മുഴുവൻ അംഗീകരിച്ചിട്ടുണ്ട്. മതത്തിൻ്റെ നീരാളിപ്പിടുത്തത്തിൽ നിന്നും ചരിത്രത്തെ മോചിപ്പിക്കാനും ചരിത്രരചനയ്ക്ക് ശാസ്ത്രീയമായ തെളിവുകൾ കണ്ടെത്താനും ഇദ്ദേഹം ആഹ്വാനം ചെയ്തു. ഒരു ചരിത്ര പണ്ഡിതൻ എന്നതുപോലെ തന്നെ സമകാലീന സാമൂഹിക പ്രശ്നങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിച്ചുകൊണ്ട് നിരവധി പ്രഭാഷണങ്ങൾ നടത്തുകയും ലേഖനങ്ങൾ എഴുതുകയും ചെയ്തിട്ടുണ്ട്. അനന്യമായ രചനകളിലൂടെ ചരിത്രത്തിൽ സ്വന്തമായ ഒരിടം നേടിയെടുത്ത ഈ ചരിത്രകാരൻ്റെ നിര്യാണത്തിൽ അനുശോചിക്കുകയും കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും ചെയ്യുന്നു. റഷ്യയിൽ നിന്നും ഇന്ത്യ എണ്ണ വാങ്ങുന്നതിന് ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങൾ താൽക്കാലികമായി അമേരിക്ക പിൻവലിച്ചു. ഏപ്രിൽ 4 വരെയാണ് ഈ അനുമതിയുടെ കാലാവധി. ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അടച്ചതിനാൽ മധ്യേഷ്യയിൽ നിന്ന് എണ്ണയുടെ വരവ് തടസ്സപ്പെട്ടിരിക്കുകയാണ്. അമേരിക്കയുമായി വ്യാപാര കരാർ ഒപ്പിടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് റഷ്യയുമായുള്ള എണ്ണ വ്യാപാരം അവസാനിപ്പിക്കാൻ ഇന്ത്യ സമ്മതിച്ചത്. വ്യാപാരം തുടർന്നാൽ ഇന്ത്യ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് മറ്റു നികുതികൾക്ക് പുറമെ 25% നികുതി ശിക്ഷയായി നൽകേണ്ടി വരുമെന്ന് ട്രംപിൻ്റെ ഭീഷണിയും ഉണ്ടായിരുന്നു. ഇന്ത്യ കീഴടങ്ങുന്നു എന്ന വിമർശനമുണ്ടായി. രാജ്യ താൽപ്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് തീരുമാനമെടുക്കുമെന്നാണ് നമ്മുടെ വിദേശകാര്യമന്ത്രി പാർലമെന്റിൽ പറഞ്ഞത്. വിദേശത്തു നിന്നും എണ്ണ വാങ്ങുന്നതിന് അമേരിക്കയുടെ അനുമതി വേണം എന്നത് ഇന്ത്യയെ പോലെയുള്ള ഒരു പരമാധികാര രാഷ്ട്രത്തിന് വലിയ ഒരു വെല്ലുവിളിയാണ്. അധികം താമസിയാതെ ക്യൂബ എന്ന ദ്വീപ് രാഷ്ട്രം തകരുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രവചനം. ഈ രാഷ്ട്രത്തിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് ഫിഡറൽ കാസ്ട്രോയുടെ കാലത്തോളം പഴക്കമുള്ളതാണ് ക്യൂബയും അമേരിക്കയും തമ്മിലുള്ള ശത്രുത. സോവിയറ്റ് യൂണിയന്റെ പതനം വരെ അമേരിക്കയ്ക്കെതിരെ ക്യൂബ പിടിച്ചിരുന്നു. മെക്സിക്കോയുടെയും വെനിസ്വലയുടെയും സഹായം നിലച്ചതോടെ ക്യൂബ അതിരൂക്ഷമായ പ്രതിസന്ധിയിലാണ്. നേരത്തെ പവർ കട്ടുകളുടെ ആയുസ് ഏതാനും മണിക്കൂറുകൾ മാത്രമായിരുന്നു. ദിവസങ്ങൾ കഴിഞ്ഞാലും ഇപ്പോൾ പവർ കട്ട് അവസാനിക്കുന്നില്ല. വിനോദസഞ്ചാരികൾക്കായി സർക്കാർ നിർമ്മിച്ച പടുകൂറ്റൻ കെട്ടിടങ്ങൾ ഒഴിഞ്ഞുകിടക്കുന്നു. വല്ലപ്പോഴും ഓടുന്ന സർക്കാർ വാഹനങ്ങൾ ഒഴിവാക്കിയാൽ പൊതുനിരത്തുകൾ ശൂന്യമായി കിടക്കുന്നു. ഒരു കാലത്ത് നിയന്ത്രണ വിധേയമായിരുന്ന വിലക്കയറ്റം ഇന്ന് ഒരു തരത്തിലും നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ഏതു വിധേനയും ഇപ്പോഴത്തെ ഭരണം മാറിയെങ്കിൽ ക്യൂബ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. ഒരാഴ്ച പിന്നിടുമ്പോഴും ഇറാനെതിരെയുള്ള യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഒരു നീക്കവും അമേരിക്കയുടെയോ ഇസ്രായേലിൻ്റെയോ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. കൊല്ലപ്പെട്ട അയത്തുള്ള ഖമനായിയുടെ പിൻഗാമിയെ തങ്ങൾ നിശ്ചയിക്കുമെന്ന ട്രംപിൻ്റെ പ്രസ്താവനയെ
ഇറാൻ ഭരണകൂടം പുച്ഛിച്ചു തള്ളി. എന്നാൽ ഇറാനിൽ ഭരണം പിടിച്ചെടുക്കുക എന്നതാണ് അമേരിക്കയുടെ ലക്ഷ്യം എന്നത് ഈ പ്രസ്താവനയിലൂടെ വ്യക്തമായി. ചർച്ചകൾ ആരംഭിച്ചതായി ഇറാൻ പ്രസിഡന്റ് സൂചിപ്പിച്ചു എങ്കിലും വിശദാംശങ്ങൾ വെളിപ്പെടുത്തിയില്ല. ഗൾഫിലെ അയൽ രാജ്യങ്ങളെ ആക്രമിച്ചതിൻ്റെ പേരിൽ ഇറാൻ പ്രസിഡന്റ് ക്ഷമാപണം നടത്തി. എന്നാൽ ഈ വാർത്ത പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ ഇറാൻ ദുബായ് വിമാനത്താവളം ആക്രമിച്ചു. ഇറാനി സൈന്യം പൂർണ്ണമായും പ്രസിഡന്റിന്റെ നിയന്ത്രണത്തിലല്ല എന്നതിൻ്റെ സൂചനയായിട്ടാണ് ഈ സംഭവം വിലയിരുത്തപ്പെടുന്നത്. യുദ്ധം നിർത്തുന്നതിലും ചർച്ചകൾ തുടങ്ങുന്നതിലും സൈന്യത്തെ നിർബന്ധിക്കാൻ പ്രസിഡന്റിന് കഴിയുമോ എന്നതാണ് ചോദ്യം. റഷ്യയുടെ സഖ്യകക്ഷിയാണ് ഇറാൻ. ഉക്രൈനെതിരെയുള്ള യുദ്ധത്തിൽ റഷ്യയുടെ പക്ഷത്താണ് ഇറാൻ. എന്നിട്ടും ഇറാനെ പിന്തുണയ്ക്കാനോ ഈ യുദ്ധത്തിൻ്റെ മുഖ്യ സൂത്രധാരകനായ ട്രംപിനെ പേരെടുത്തു പറഞ്ഞ് കുറ്റപ്പെടുത്താനോ റഷ്യൻ പ്രസിഡന്റ് പുടിൻ തയ്യാറായിട്ടില്ല. റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകളിൽ ട്രംപിനെ തങ്ങൾക്കനുകൂലമായി നിർത്താനുള്ള ഒരു തന്ത്രമായിട്ടാണ് പുടിൻ്റെ നിലപാടുകൾ വിലയിരുത്തപ്പെടുന്നത്. കഴിഞ്ഞ തിങ്കളാഴ്ച നടത്തിയ ഫോൺ സംഭാഷണത്തിൽ യുദ്ധം അവസാനിപ്പിക്കാൻ പുടിൻ ട്രംപിനോട് ആവശ്യപ്പെട്ടു. 4 വർഷം മുമ്പ് ആരംഭിച്ച യുദ്ധം പുടിൻ ഇപ്പോഴും തുടരുകയാണ്. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിൻ്റെ പേരിൽ ഏർപ്പെടുത്തിയിരുന്ന അധിക ഇറക്കുമതി ചുങ്കം പിൻവലിക്കാൻ തീരുമാനിച്ചത് ഇന്ത്യയെപ്പോലെ ഉപരോധം നേരിടുന്ന രാജ്യങ്ങൾക്ക് വലിയ ആശ്വാസമായി. റഷ്യയുമായുള്ള എണ്ണ വ്യാപാരം തുടരുന്നത് യുദ്ധത്തിൽ റഷ്യയെ സഹായിക്കുന്നതായി ആരോപിച്ച ട്രംപ് തന്നെ ഉപരോധം നീക്കിയത് റഷ്യയെ സഹായിക്കുന്ന നടപടിയാണ്. ഇറാൻ നിരുപാധികം കീഴടങ്ങാതെ ചർച്ചയില്ല എന്ന നിലപാടിലാണ് അമേരിക്ക. ഇറാൻ നാവികസേനയുടെയും കരസേനയുടെയും ശക്തി തങ്ങളുടെ ആക്രമണം മൂലം ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട് എന്നാണ് അമേരിക്കയുടെ അവകാശവാദം. ദീർഘകാലം യുദ്ധം തുടരാനുള്ള ആയുധശേഖരമുണ്ടെന്നും കീഴടങ്ങില്ല എന്നുമാണ് ഇറാനിൻ്റെ അവകാശവാദം. ഗൾഫ് മേഖലയിലുള്ള അമേരിക്കയുടെ സൈനിക താവളങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഇറാൻ തുടരുകയാണ്. ഇറാനെതിരെയുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിക്കാൻ ഗൾഫിലെ രാജ്യങ്ങൾ അമേരിക്കയോട് ആവശ്യപ്പെടുന്നതുവരെ സൈനിക താവളങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ തുടരാനാണ് ഇറാൻ ഭരണകൂടത്തിൻ്റെ തീരുമാനം. യുദ്ധം തുടരുന്നത് മൂലം ലോകത്തുണ്ടാകുന്ന പ്രതിസന്ധിയെക്കുറിച്ച് അമേരിക്കയോ ഇറാനോ യാതൊരു ഉത്കണ്ഠയുമില്ല. ഹോർമോസ് കടലിലൂടെയുള്ള ഗതാഗതം ഇറാൻ തടഞ്ഞതിനാൽ എണ്ണ വ്യാപാരം വലിയ പ്രതിസന്ധിയിലാണ്. എണ്ണയുടെ വില ഉയരുന്നതിനാൽ ലോകം മുഴുവൻ വിലക്കയറ്റം നേരിടുകയാണ്. പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് നിയന്ത്രിക്കുന്ന നിയമങ്ങൾ ഇന്തോനേഷ്യ, സ്പെയിൻ, ഫ്രാൻസ്, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങൾ പാസാക്കിയിട്ടുണ്ട്. അനിയന്ത്രിതമായി സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന കുട്ടികൾക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് ഭരണാധികാരികൾ ഇത്തരം നിയന്ത്രണങ്ങളെക്കുറിച്ച് ആലോചിക്കാൻ തുടങ്ങിയത്. ഇത്തരത്തിലുള്ള നിയന്ത്രണം ഏർപ്പെടുത്താൻ കർണാടകയും ആന്ധ്രയും തീരുമാനിച്ചു. 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ് കർണാടക നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്. ആന്ധ്രയിൽ പ്രായപരിധി 13 വയസ്സാണ്. ഇന്ന് പാഠപുസ്തകം പോലെ ലാപ്ടോപ്പുകളും സ്മാർട്ട് ഫോണുകളും വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി ഇന്ത്യയിലുടനീളം
താഴ്ന്ന ക്ലാസ്സിൽ പഠിക്കുന്നവർ പോലും ഉപയോഗിക്കുന്നു. തന്മൂലം പൂർണ്ണമായും നിരോധിക്കുക എന്നത് അസാധ്യമാണ്. തന്മൂലം ഇതിനെ ഒരു ദേശീയ വിഷയമായി പരിഗണിച്ച് ഓസ്ട്രേലിയയുടെ മാതൃകയിൽ ഒരു നിയമം കൊണ്ടുവരുന്നതിനെക്കുറിച്ച് കേന്ദ്ര സർക്കാരിന് ആലോചിക്കാവുന്നതാണ്. ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നു പോകുന്ന കപ്പലുകൾ വഴി പ്രതിദിനം 15 ദശലക്ഷം ക്രൂഡ് ഓയിലും 4.5 ദശലക്ഷം ശുദ്ധീകരിച്ച എണ്ണയും വിവിധ രാജ്യങ്ങളിൽ എത്തുന്നു എന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും കപ്പലുകളെ ഇതുവഴി പോകാൻ അനുവദിക്കേണ്ട എന്നാണ് ഇറാന്റെ നിലപാട്. എന്നാൽ മയൂരി നാരി എന്ന തായ് കപ്പലിൽ കഴിഞ്ഞ ദിവസം തീപിടുത്തമുണ്ടായി. തങ്ങൾ നശിപ്പിക്കേണ്ട നിയമപരമായ ലക്ഷ്യങ്ങൾ എന്നാണ് ശത്രുക്കളുടെ കപ്പലുകളെ ഇറാൻ വിശേഷിപ്പിക്കുന്നത്. തന്നെയുമല്ല, ഈ കടലിടുക്കിലുടനീളം കുഴിബോംബുകൾ സ്ഥാപിച്ചിട്ടുള്ളതായും ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ജലപ്പരപ്പിലൂടെ ഒഴുകി നടക്കുന്ന കുഴിബോംബുകളും സമുദ്രത്തിനടിയിൽ ഒളിപ്പിച്ചു വച്ചിട്ടുള്ള കുഴിബോംബുകളും ഒരുപോലെ അപകടകാരികളാണ്. ഇവ കണ്ടെത്തി നശിപ്പിക്കുമെന്നാണ് അമേരിക്കയുടെ വാഗ്ദാനം. ഇപ്പോഴത്തെ യുദ്ധം അവസാനിച്ചാലും ഈ കുഴിബോംബുകൾ കപ്പലുകൾക്ക് ഭീഷണിയായി തുടരും എന്നാണ് വിദഗ്ധന്മാർ ചൂണ്ടിക്കാണിക്കുന്നത്. ചൈനയും റഷ്യയുമായി നടത്തിയ ചർച്ചയിൽ യുദ്ധം അവസാനിപ്പിക്കാൻ 3 ഉപാധികൾ ഇറാൻ നിർദ്ദേശിച്ചു. തങ്ങളുടെ നിയമപരമായ അവകാശങ്ങൾ അംഗീകരിക്കുക, വീണ്ടും ഒരു യുദ്ധം ഉണ്ടാവില്ല എന്ന് ഉറപ്പു നൽകുക, ഇപ്പോഴത്തെ യുദ്ധത്തിന് നഷ്ടപരിഹാരം നൽകുക തുടങ്ങിയവയാണ് ഇറാന്റെ നിർദ്ദേശങ്ങൾ. ചർച്ചകളെക്കുറിച്ച് ആലോചിക്കുന്നു എന്നത് സ്വാഗതാർഹമാണ്. ഗൾഫ് രാജ്യങ്ങൾക്കെതിരെ ഇറാൻ നടത്തുന്ന ആക്രമണങ്ങളെ അപലപിച്ച് ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതി പ്രമേയം പാസാക്കി. ഇന്ത്യ അടക്കം 135 രാജ്യങ്ങൾ ഈ പ്രമേയത്തെ പിന്തുണച്ചു. സുരക്ഷാ സമിതിയിലെ 15 അംഗങ്ങളിൽ 13 രാജ്യങ്ങളും ഈ പ്രമേയത്തെ അനുകൂലിച്ച് വോട്ടു രേഖപ്പെടുത്തി. എന്നാൽ വീറ്റോ അധികാരമുള്ള റഷ്യയും ചൈനയും വോട്ടെടുപ്പിൽ പങ്കെടുത്തില്ല. ജനവാസ മേഖലയിൽ അടക്കം നടത്തുന്ന ആക്രമണങ്ങൾ ഹീനമാണെന്ന് പ്രമേയം കുറ്റപ്പെടുത്തി. ഈ പ്രമേയം കാര്യമായ ഒരു ചലനവും സൃഷ്ടിക്കുമെന്ന് തോന്നുന്നില്ല. എന്നാൽ ലോകം എങ്ങനെ ചിന്തിക്കുന്നു എന്നാണ് ഈ പ്രമേയം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഇറാനെതിരെയുള്ള യുദ്ധം അമേരിക്കയുടെ കണക്കുകൂട്ടലുകളെ തെറ്റിക്കുന്നു. കൊല്ലപ്പെട്ട ഇറാന്റെ പരമോന്നത നേതാവിൻ്റെ പിൻഗാമിയെ ഞങ്ങൾ തീരുമാനിക്കും എന്നായിരുന്നു ട്രംപിൻ്റെ ഭീഷണി. ഖമനായിയുടെ മകൻ ഇറാന്റെ പുതിയ പരമോന്നത നേതാവായി കഴിഞ്ഞ ദിവസം അധികാരം ഏറ്റെടുത്തു. അമേരിക്കയുടെ സൈനിക താവളങ്ങൾക്കൊപ്പം വിമാനത്താവളങ്ങൾ, എണ്ണ ശുദ്ധീകരണശാലകൾ, കടൽ വെള്ളം ശുദ്ധീകരിക്കുന്ന കേന്ദ്രങ്ങൾ തുടങ്ങി തന്ത്രപ്രധാനമായ പല കേന്ദ്രങ്ങളെയും ഇറാൻ ആക്രമിക്കുന്നു. ഈ യുദ്ധത്തിൽ അമേരിക്കയും ഇസ്രായേലും ഒരു ഭാഗത്തും ഇറാൻ എതിർചേരിയിലുമാണ്. ഗൾഫ് മേഖലയിലുള്ള രാജ്യങ്ങൾ ഒരു ചേരിയിലും ചേർന്നിട്ടില്ല. എന്നാൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നത് ഈ മേഖലയിലുള്ള രാജ്യങ്ങൾക്കാണ്. എണ്ണ ഉൽപാദനം നിർത്തിയതുമൂലം ഖത്തറിന് ഭീമമായ സാമ്പത്തിക നഷ്ടം ഉണ്ടാകുന്നു. കടൽ വെള്ളം ശുദ്ധീകരിക്കുന്ന പ്ലാന്റുകളുടെ തകർച്ച ഈ മേഖലയിൽ ശുദ്ധജലക്ഷാമം സൃഷ്ടിക്കുന്നു. അമേരിക്കയെ പിന്തുണയ്ക്കുന്നതിൻ്റെ വിലയാണ് ഈ നാശനഷ്ടങ്ങൾ. വാരാന്ത്യ ലോക വൃത്താന്തം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രൊഫസർ ജെ ജേക്കബ്.
നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജൻവാണി 90.8 കമ്മ്യൂണിറ്റി FM. അറിയേണ്ടതും കേൾക്കേണ്ടതും മാത്രം.